അസ്സലാമലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമായിട്ടാണ്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കും ചെയ്യാം, നല്ല ടേസ്റ്റാണ്. അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 200 ml കപ്പിന് 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. ഈ കപ്പിന് 2 കപ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത്, അരിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. ഇതിന് 2 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള നിലയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കൂടുതൽ വെള്ളമാകാൻ പാടില്ല. പിന്നെ നാളികേരം മുട്ടയൊക്കെ ചേർക്കേണ്ടതാണ്. പിന്നെ 4-5 ടീസ്പൂണ് പഞ്ചസാരയും ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ഇട്ട് കൊടുത്തത് 5 ടീസ്പൂണാണ്. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കി നല്ലോണം ഉരുകി തിളച്ച് വന്നതിന് ശേഷം സാധാരണ പൊടി പത്തിരിക്കൊക്കെ വാടുന്ന അതേപോലെ വാട്ടിയെടുക്കുക. പക്ഷേ 1 കപ്പിന് 2 കപ്പിന് 1 കപ്പ് വെള്ളം വെച്ചതുകൊണ്ട് വല്ലാതെ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. അപ്പോൾ അതിൽ മധുരമുണ്ട്, പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ മതി, കൂടുതൽ വെള്ളമാവരുത്. കൂടുതൽ വെള്ളമായാൽ നാളികേരത്തോടുകൂടി കൂടുതലാവും, നാളികേരം വേണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മതി. കുറച്ച് നേരം ഒന്ന് വഴറ്റി പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുമ്പോൾ ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കുക. പിന്നെ അതിലേക്ക് മുട്ടയൊക്കെ കൂട്ടണം. ഇത് ഒന്ന് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മുട്ട കൂട്ടണം. അതേപോലെ തന്നെ നാളികേരം കൂട്ടണം. അതുകൊണ്ടാണ് വെള്ളം ഇത്ര കുറച്ച് മതി എന്ന് പറഞ്ഞാൽ. ഇനി കൂടുതൽ വെള്ളം ചേർത്തി കൊടുക്കരുത്. വെള്ളം കൂടുതലായിട്ട് ഉണ്ടാവും, കുറച്ചുകൂടി കൂടുതലായിട്ടൊക്കെ ഉണ്ടാവും. നാളികേരം കൊടുക്കുമ്പോൾ പാകമായി വരും. ഒരു 2 കപ്പിന് 1 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പണ്ടത്തെ കാലം ഉണ്ടാക്കിയൊരു വിഭവമാണിത്. എൻ്റെ ഉമ്മാൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അത് അന്ന് കണ്ടതാണ് ഞാൻ. ഇപ്പോൾ പുതിയതായിട്ടുള്ളൊരു വിഭവമൊന്നുമല്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ നാളികേരം ഒരു മീഡിയം നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലുതുമല്ല എന്നാൽ ചെറുതുമല്ല. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ഞാൻ ആദ്യം തന്നെ ഓഫാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് നാളികേരം ഇട്ട് കൊടുത്തത്. അത് നാളികേരം അടുപ്പത്തുനിന്ന് ഇട്ട് കൊടുക്കൊന്നും വേണ്ട. അത് ഓഫാക്കി കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കുഴക്കാനൊക്കെ സുഖമായി കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തി കൊടുക്കുന്നത് 2 മുട്ടയാണ്. 2 മുട്ട ചേർത്തി കൊടുക്കാം. 2 മുട്ട മതിയാവും. അല്ലെങ്കിൽ ഒന്നാണെങ്കിൽ ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഞാൻ 2 ചേർത്തി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ 2 വേണം. അപ്പോൾ നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇനി പഞ്ചസാര കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ ഇപ്പോൾ കുറച്ച് ചേർത്തി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതങ്ങനെ അതിൽ ഉരുകി ശരിയായിക്കോളും. ഇപ്പോൾ ഏകദേശമൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലിപ്പോൾ 2 ടീസ്പൂണ് എള്ള് ഞാൻ ഇട്ട് കൊടുത്തു. എള്ളുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഏലക്കാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. അത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ജീരകം എള്ളില്ലെങ്കിൽ ഇനിയിപ്പോൾ കരിഞ്ജീരകം വെച്ച് അങ്ങനെ ചേർത്തി കൊടുക്കുക. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ജീരകം ഏലക്കായ ഉണ്ടായാൽ തന്നെ നല്ല ടേസ്റ്റാണ്. കുറച്ച് മധുരം കുറവുണ്ട് തോന്നി. അപ്പം ഞാൻ 1 ടീസ്പൂണും കൂടിയും പഞ്ചസാര ചേർത്തി കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് അവനാൻ ചേർത്തി കൊടുക്കുക. അവിടെ കുട്ടികളൊക്കെ പേരക്കുട്ടികൾക്കൊക്കെ അത്യാവശ്യം മധുരം വേണം. അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് അമർത്തിയിട്ട് ഇപ്പോൾ ശരിക്കും ചൂടൊക്കെ ഏകദേശം ആറിപ്പോയിട്ടുണ്ട്. ഞാൻ ഒന്ന് കുഴച്ച് പത്തിരിക്ക് പൊടി വാട്ടിയെടുക്കും പോലെ കുഴച്ചെടുക്കും പോലെ കുഴച്ചെടുക്കുക. കുറച്ച് ഉരുളായി കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിയിട്ട് കുഴച്ചെടുക്കുക. നല്ല ഉഷാറായിട്ട് കിട്ടും. ഇത് കുറച്ച് നേരം അടച്ച് വെക്കുക. അത് നമുക്ക് അതിനനുസരിച്ച് ഉരുട്ടിയിട്ട് സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അത് ഞാൻ അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ അടച്ച് വെച്ചാൽ മതി. നല്ല സോഫ്റ്റായി കിട്ടും. ഇത് കണ്ടോ, ഇത് പത്തിരിക്ക് കുഴച്ച അതേപോലെ ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. ആ ഓയിലും എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി അത് 3 പീസാക്കി മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ ശരിക്ക് പണ്ടത്തെ കാലം പറയും കുഞ്ഞിപ്പിടി എന്നൊക്കെ പറയും. അതേപോലത്തെ പിടികൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്നിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കുക.
ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് പിന്നെ പകുതി ഞാൻ ഇതേപോലെ പകുതി നീളത്തിലായിട്ട് 2 ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതേപോലെ ഉണ്ടാക്കിയാലും മതി. ഇതിപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടി പേരക്കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അതൊരു കുട്ടികൾക്ക് അത് ഭയങ്കര കൗതുകമാണല്ലോ. അപ്പം അങ്ങനെ 2 ഷേപ്പിൽ ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പം ഞാൻ എല്ലാവരും ഉണ്ടാക്കി തീർന്നിട്ടുണ്ട്. 2 ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യം ഇങ്ങനെ കുഞ്ഞിപ്പിടി ഉണ്ടാക്കുമ്പോൾ ഉരുട്ടിയിട്ട് അതിന് വിരൽ വെച്ചിട്ട് ഓരോ കുഴി ഉണ്ടാക്കി കൊടുത്തു. രണ്ടാമത്തെ ഞാൻ നീട്ടിയിട്ട് പിന്നെ ഇങ്ങനെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് എടുത്തു. അങ്ങനെ 2 ഷേപ്പിൽ. ഇനി പിന്നെ വേണമെങ്കിൽ ചെറിയ ചെറിയ ബോളുകളാക്കി ഉണ്ടാക്കിയെടുക്കുക. ഭംഗിയാണ് കാണാൻ. പക്ഷേ ഇത് കുറച്ചായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ 2 ഷേപ്പിൽ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി ഇത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കണം. വെളിച്ചെണ്ണയിൽ തന്നെയാണ് പൊരിച്ച് കോരുന്നത്. അപ്പം ഞാൻ 2ഉം പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട്. ഇതേ കളറാവുന്നവരെ പൊരിച്ച് കോരണം. ഇതേ കളറിൽ ഇങ്ങനെ ആവുമ്പോൾ ഇങ്ങോട്ട് കോരി എടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് എള്ളൊക്കെ ഇട്ടാൽ. അല്ലെങ്കിൽ ഇനി കരിഞ്ചീരകമായാലും മതി. വേറെ കുട്ടികൾക്കൊക്കെ കൊടുത്തു നോക്കുമ്പോഴൊക്കെ പറയുന്ന ഏകദേശം ഒരു അച്ചപ്പത്തിൻ്റെ ടേസ്റ്റാണ് ഇതിന് വരുന്നത്. കുട്ടികൾക്കൊക്കെ തോന്നിയത് അച്ചപ്പത്തിൻ്റെ ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അല്ലാതെ ഇപ്പം ഇനി എള്ളോ എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ കുറവില്ലെങ്കിൽ വെറുതെ നാളികേരം ഇട്ടിട്ട് കുറച്ച് ചെറിയ ജീരകം ഇട്ടാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഞാൻ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്.